ഒരു നഗരത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ഭാഗ്യദോഷം കൊണ്ട് കച്ചവടം നഷ്ടത്തിൽ കലാശിച്ചു. ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു. ധാരാളം കടവുമായി. വെളിയിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ അയാൾ ഉറച്ചു. അച്ഛൻ നൽകിയ സ്വത്തുക്കളിൽ ഒരു ഇരുമ്പ് ദണ്ട് മാത്രം അവശേഷിച്ചിരുന്നു. അത് കളയാൻ മനസ്സ് തോന്നിയില്ല. എന്നാൽ ഭാരമേറിയ ആ ഇരുമ്പ് ദണ്ട് കൂടെ കൊണ്ടുപോകാൻ തരമില്ല. അയാളത് അയാളുടെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പോയി. വളരെ കാലം കഴിഞ്ഞ് അയാൾ നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അയാൾ കുറേ ധനം സമ്പാദിച്ചിരുന്നു. സുഹൃത്തിനെ കണ്ട് കുടുംബസ്വത്തായുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് മടക്കി വാങ്ങണമെന്ന് കരുതി. അയാൾ ചെന്നു. സുഹൃത്താകട്ടെ ആ ഇരുമ്പ് ദണ്ട് മടക്കി കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അയാൾ കച്ചവടക്കാരനോട് സ്നേഹപൂർവ്വം പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ആ ഇരുമ്പ് ദണ്ട് ഞാൻ ഭദ്രമായി അരക്കകത്ത് സൂക്ഷിച്ചിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് മുഴുവനും എലി തിന്നു കളഞ്ഞു. കച്ചവടക്കാരന് സുഹൃത്തിൻ്റെ സൂത്രം മനസ്സിലായി. ഇരുമ്പ് എലി തിന്നുക. ഒരു കള്ളം എത്ര വിശ്വാസയോഗ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇയാളെ കണക്കിന് പറ്റിക്കണം, ഒരു പാഠം പഠിപ്പിക്കണം. കച്ചവടക്കാരൻ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ സുഹൃത്തിനോട് പറഞ്ഞു, ഓ, അത് സാരമില്ല. ലോകത്തിലുള്ള ഒരു വസ്തുവും അനശ്വരമല്ല. കല്ലും ഇരുമ്പ് പോലും നശിക്കും. സ്നേഹിതൻ വിഷമിക്കണ്ട, ആ നഷ്ടം ഞാൻ സഹിച്ചു. കച്ചവടക്കാരൻ ശോഭിക്കുമെന്നും കലഹിക്കുമെന്നും ഒക്കെയായിരുന്നു അയാൾ വിചാരിച്ചത്. കച്ചവടക്കാരൻ്റെ സംസാരം കേട്ടപ്പോൾ അയാൾ ഉള്ളുകൊണ്ട് ചിരിച്ചു. കച്ചവടക്കാരൻ വെറുമൊരു വിഡ്ഢി തന്നെയായിരുന്നു എന്നാണ് അയാളുടെ ധാരണ. സുഹൃത്ത് കച്ചവടക്കാരനെ ആതിഥ്യമര്യാദയോടെ ഊണിന് ക്ഷണിച്ചു. കച്ചവടക്കാരൻ സന്തോഷത്തോടെ ഊണിന് തയ്യാറായി. ഊണിന് മുൻപ് കച്ചവടക്കാരൻ കുളിക്കാനൊരുങ്ങി. അയാൾ സുഹൃത്തിനോട് പറഞ്ഞു, പുഴയിൽ മുങ്ങിക്കുളിച്ചിട്ട് വളരെ നാളുകളായിരിക്കുന്നു. ഒന്ന് പതച്ച് നീന്തി കുളിക്കാൻ കൊതി തോന്നുന്നു. കച്ചവടക്കാരൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി വീട്ടുകാരൻ കുളിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. പുഴയിലേക്ക് പുറപ്പെടും മുമ്പ് കച്ചവടക്കാരൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, എനിക്കൊരു കൂട്ടിന് നിങ്ങളുടെ മകനെ കൂടി അയക്കണം. സുഹൃത്ത് കച്ചവടക്കാരനോടൊപ്പം തൻ്റെ മകനെയും അയച്ചു. കച്ചവടക്കാരൻ കുളി കഴിഞ്ഞ് മടങ്ങും മുമ്പ് സുഹൃത്തിൻ്റെ മകനെ ഒരിടത്ത് ഒളിപ്പിച്ചു. എന്നിട്ട് തനിയെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. കച്ചവടക്കാരൻ ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് സുഹൃത്ത് ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു, എൻ്റെ മകനെവിടെ? അവനെ കണ്ടില്ലല്ലോ. കച്ചവടക്കാരൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. കച്ചവടക്കാരൻ്റെ മൗനം സുഹൃത്തിനെ ഭയപ്പെടുത്തി. മകന് വല്ല അപകടവും പിണഞ്ഞിരിക്കുമോ? അയാൾ വീണ്ടും അന്വേഷിച്ചു. എൻ്റെ മകനെന്തു പറ്റി? അവനെവിടെ? പറയൂ. കച്ചവടക്കാരൻ വിഷാദഭാവത്തിൽ പറഞ്ഞു, ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരയിൽ തനിച്ചു നിന്നിരുന്ന നിങ്ങളുടെ കുട്ടിയെ ഒരു പക്ഷി റാഞ്ചിക്കൊണ്ടുപോയി. ഞാൻ കരക്കു കയറി കുറച്ചു ദൂരം ഓടി. പക്ഷേ അപ്പോഴേക്കും പക്ഷി വളരെ ദൂരത്തെത്തി കഴിഞ്ഞിരുന്നു. സുഹൃത്ത് അത് കേട്ട് അലറി, എടാ കള്ള, നീ കള്ളം പറയുന്നു. മനുഷ്യനെ പക്ഷി റാഞ്ചിക്കൊണ്ടു പോവുകയോ? കല്ലുവെച്ച നുണ. നീ എൻ്റെ കുഞ്ഞിനെ അപകടപ്പെടുത്തിയിരിക്കും. അയാൾ നാടുവാഴിയുടെ അടുത്തേക്കൂടി ഉണ്ടായ സംഭവമെല്ലാം വിവരിച്ചു. നാടുവാഴിയുടെ കൽപ്പന പ്രകാരം രാജഭടന്മാർ കച്ചവടക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നു. നാടുവാഴി കച്ചവടക്കാരനെ ചോദ്യം ചെയ്തു. കച്ചവടക്കാരൻ ഇരുമ്പ് ദണ്ടിൻ്റെ കഥ മുതൽ എല്ലാം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, ഇരുമ്പ് തിന്ന എലികളുള്ളപ്പോൾ മനുഷ്യനെ റാഞ്ചിക്കൊണ്ടുപോകുന്ന പക്ഷികളില്ലെന്ന് എങ്ങനെ തീർത്തു പറയാം? നാടുവാഴിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം കച്ചവടക്കാരൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇയാളുടെ ഇരുമ്പ് ദണ്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് തിരിഞ്ഞ് കച്ചവടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഇയാളുടെ മകനെയും മടക്കി കൊടുക്കുക. കച്ചവടക്കാരൻ്റെ സുഹൃത്ത് ലജ്ജയോടെ മടങ്ങി. വീട്ടിലെത്തി ഇരുമ്പ് ദണ്ട് എടുത്തു കൊടുത്തു. ഒളിച്ചു വച്ചിരിക്കുന്ന കുഞ്ഞിനെ കച്ചവടക്കാരൻ സുഹൃത്തിനെയും ഏൽപ്പിച്ചു.